TSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും വേണ്ടി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിലെ 8ാമത്തെ മൊഡ്യൂളാണ്. 8ാമത്തെ മൊഡ്യൂളിൽ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്, ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം, ക്രോപ്പ് ലോൺസ്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, objectives, purpose, eligibility, features, lending to priority sectors, categories, targets and sub-targets, National Bank for Agriculture and Rural Development അഥവാ NABARD, Financial, Developmental and Supervisory Role, Microfinance, Concept and Significance, Linking of Self-Help Groups and Banks. ഇത്രയും കാര്യങ്ങളാണ് 8ാമത്തെ മൊഡ്യൂളിൽ വരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ്. ആദ്യം ടൈപ്സ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കാർഷിക വായ്പകൾ കൊടുക്കുന്ന കാലയളവിനനുസരിച്ച് ഈ വായ്പകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഷോർട്ട് ടേം ക്രെഡിറ്റ്, മീഡിയം ടേം ക്രെഡിറ്റ് ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്. ആദ്യം ഷോർട്ട് ടേം ക്രെഡിറ്റ് 15 മാസം വരെ ലോണ് കൊടുക്കുന്നതാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ്. അതായത് മാക്സിമം 15 മാസത്തേക്കാണ് ഷോർട്ട് ടേം ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇത് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങാനും പിന്നെ വർക്കേഴ്സിന് വേജസ് കൊടുക്കാനും ഒക്കെയാണ് ഈ ലോൺ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് മീഡിയം ടേം ക്രെഡിറ്റ്. 15 മാസം മുതൽ 5 വർഷം വരെ അല്ലെങ്കിൽ 60 മാസം വരെ ലോൺ കൊടുക്കുന്നതാണ് മീഡിയം ടേം ക്രെഡിറ്റ്. മാക്സിമം 5 വർഷത്തേക്കാണ് ഈ ലോൺ കൊടുക്കുന്നത്. ക്യാറ്റിൽ പർച്ചേസ് ചെയ്യാനും പിന്നെ വാട്ടർ പമ്പിംഗ് മെഷീനറി, മറ്റ് അഗ്രികൾച്ചറൽ ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മീഡിയം ടേം ക്രെഡിറ്റ് കൊടുക്കുന്നത്, മാക്സിമം 5 വർഷം വരെ. അടുത്തത് ലോങ് ടേം ക്രെഡിറ്റ്. ഇത് 5 വർഷത്തിന് മുകളിൽ ഉള്ള കാലയളവിലേക്ക് ലോൺ കൊടുക്കുന്നതാണ് ലോങ് ടേം ക്രെഡിറ്റ്. അഡീഷണൽ ആയിട്ടുള്ള ലാൻഡ് വാങ്ങാനും നിലവിലുള്ള ലാൻഡിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും കിണർ കുഴിക്കുന്നതിനും റിക്ലമേഷൻ ഓഫ് ലാൻഡ്, ഹോർട്ടിക്കൾച്ചർ ഇങ്ങനെയുള്ള പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നതാണ് ലോങ് ടേം ക്രെഡിറ്റ്. ഇത് 5 വർഷത്തിന് മുകളിലാണ് ഇതിൻ്റെ കാലയളവ്. 3 തരത്തിലുള്ള അഗ്രികൾച്ചറൽ ക്രെഡിറ്റാണ് നമ്മൾ പഠിച്ചത്: ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം. ഇനി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റികൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളും കൊമേഴ്സ്യൽ ബാങ്കുകളും അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കാറുണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം സൊസൈറ്റീസും ലോങ് ടേം സൊസൈറ്റീസും. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം സൊസൈറ്റീസ് 2 ടയർ സ്ട്രക്ചറാണ്. ബേസ് ലെവലിൽ പാക്സ്, അപ്പെക്സ് ലെവലിൽ കേരള ബാങ്ക്. ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റികളുടെ അതും 2 ടയർ സ്ട്രക്ചറാണ്. ബേസ് ലെവലിൽ പ്രൈമറി കാർഡ് ബാങ്കും അപ്പെക്സ് ലെവലിൽ KS കാർഡ് ബാങ്കും. ഓൾറെഡി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അടുത്തത് ക്രോപ്പ് ലോൺ. ക്രോപ്പ് ലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം ലോൺ that is given to farmers by banks and cooperative institution to cover cost of cultivation, purchase of quality seeds, fertilizers, etc. ക്വാളിറ്റി സീഡ്സും ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വാങ്ങുന്നതിനും കൾട്ടിവേഷൻ്റെ കോസ്റ്റ് കവർ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ലോണാണ്, ഷോർട്ട് ടേം ലോണാണ് ക്രോപ്പ് ലോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് പകരം സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ്. ട്രീറ്റിംഗ് ദ ക്രോപ്സ് ആസ് സെക്യൂരിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് ക്രോപ്പ് ലോൺ സിസ്റ്റം. ക്രോപ്പ് ലോൺ സിസ്റ്റം സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പാക്സിലാണ്, ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ്. ക്രോപ്പ് ലോണിന് 2 ഭാഗങ്ങളായിട്ടാണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്: എ കമ്പോണൻസും ബി കമ്പോണൻസും. എ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ക്യാഷായിട്ട് ലോൺ കൊടുക്കുന്നതാണ്. ബി കമ്പോണൻറ്റ് കൈൻഡ് കമ്പോണൻ്റ് ആണ്, അതായത് സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെയുള്ള കമ്പോണൻസും ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലോൺ സാധാരണ കൊടുക്കുന്നത് 12 മാസത്തേക്കാണ്. അതായത് ഒരു വിളവെടുപ്പ് കാലം ആണ് ഇതിൻ്റെ ഒരു കാലയളവ്, ലോൺ തിരിച്ചടയ്ക്കുന്നതിനുള്ള കാലയളവ്. എന്നാൽ ഷുഗർ കെയിൻ, ബനാന, പൈനാപ്പിൾ തുടങ്ങിയ ക്രോപ്പുകളാണ് എങ്കിൽ 18 മാസം വരെയും ലോണ് കൊടുക്കുന്നു. യൂഷ്വലി 1 ഇയർ ആണ് ഫോർ റെഗുലർ ക്രോപ്സ്, 18 months ഫോർ ക്രോപ്സ് ലൈക്ക് ഷുഗർ കെയിൻ, ബനാന, പൈനാപ്പിൾ എക്സെട്ര.
ഷുഗർ കെയിൻ, ബനാന, പൈനാപ്പിൾ തുടങ്ങിയ ക്രോപ്പുകളാണ് എങ്കിൽ 18 മാസം വരെ കൊടുക്കുന്നു. ഈ ലോണിൻ്റെ റീപേയ്മെൻ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ആഫ്റ്റർ ദ ക്രോപ്പ് പ്രൊഡക്ഷൻ, ഒരു വിളവെടുപ്പ് കാലം കഴിഞ്ഞാൽ സിംഗിൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലോൺ തിരിച്ചു കൊടുക്കേണ്ടത്. ലോൺ റീപേയ്മെൻ്റ് ഒക്കെ നോക്കി ആനുവൽ റിവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഈ ലോണിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാറുണ്ട് ആസ് പെർ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. ഈ ടൈപ്പ് ലോൺ സിസ്റ്റത്തിൽ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഇത് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ നീഡ്സിന് വേണ്ടിയിട്ട് ഫാമേഴ്സ് ഉപയോഗിക്കുന്നു. ബോറോവേഴ്സ് ആർ ഗിവൺ എ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ആനുവൽ റിവ്യൂ കണ്ടക്ട് ചെയ്ത് ഈ ഒരു ലോണിൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് സ്കെയിൽ ഓഫ് ഫിനാൻസിന് അനുസരിച്ചാണ്. സ്കെയിൽ ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള ടോട്ടൽ കോസ്റ്റാണ്. ഈ സ്കെയിൽ ഓഫ് ഫിനാൻസിനനുസരിച്ചാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫിക്സ് ചെയ്യുന്നത് ഡിസ്ട്രിക്റ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്കെയിൽ ഓഫ് ഫിനാൻസ് ഫിക്സ് ചെയ്യുന്നത് ഡിസ്ട്രിക്റ്റ് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. ഈ ലോൺ റിസീവ് ചെയ്യുന്നതിനുള്ള എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫാമേഴ്സ് ആയിരിക്കണം. സ്വന്തമായിട്ട് ഭൂമി ഉള്ളവരോ അല്ലെങ്കിൽ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരോ ആയിട്ടുള്ള ക്രെഡിറ്റ് ആവശ്യമുള്ള റിയൽ ഫാമേഴ്സ് ആയിരിക്കണം ഈ ഒരു ലോണിന് അപേക്ഷിക്കേണ്ടത്. ക്രോപ്പ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി കൊമേഴ്സ്യൽ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഫിനാൻസ് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡാണ് റീഫിനാൻസ് ഏജൻസി അല്ലെങ്കിൽ റീഫിനാൻസ് അതോറിറ്റി എന്ന് പറയുന്നത് നബാർഡാണ്. നബാർഡ് പ്രൊവൈഡ്സ് റീഫിനാൻസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ റൂറൽ ഏരിയ ടു ഓഫർ ക്രോപ്പ് ലോൺസ് ടു ദി ഫാമേഴ്സ്. അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. 1998 ഓഗസ്റ്റിൽ നബാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ക്രെഡിറ്റ് സ്കീമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡിന് അല്ലെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് സ്കീമിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ RV ഗുപ്ത കമ്മിറ്റിയാണ്. RV ഗുപ്ത കമ്മിറ്റി റെക്കമെൻഡഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നത് ഫാമേഴ്സിനാണ്. മിക്ക ഫാമേഴ്സും ഇല്ലിറ്ററേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് സിംപ്ലിഫൈ ദ ക്രെഡിറ്റ് പ്രോസസ്. ദ മണി ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ പർപ്പസസ്. പ്രൊഡക്ഷൻ നീഡ്സിനും കൺസംഷൻ നീഡ്സിനും ഈ മണി ഉപയോഗിക്കാം. പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു പ്രൊവൈഡ് ഈസിലി അറ്റൈനബിൾ ഷോർട്ട് ടേം ലോൺസ് ടു ഫാമേഴ്സ്. പ്രധാനപ്പെട്ട പർപ്പസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പോസ്റ്റ് ക്രോപ്പ് ഹാർവെസ്റ്റിംഗ്, പർച്ചേസ് ഓഫ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഈസി മാർക്കറ്റിംഗ്, ഓൾ അതർ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതിനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 75 ആണ്. 18 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള കർഷകർക്കാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. 5 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി. ക്രെഡിറ്റ് കാർഡിൻ്റെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. അടുത്തത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. പ്രയോറിറ്റി സെക്ടർ എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ വികസനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ചില കാറ്റഗറീസാണ് ആദ്യം ഡെവലപ്പ് ആവേണ്ടത് എന്ന് RBIയും ഗവൺമെൻറ്റും കൺസിഡർ ചെയ്യുന്ന ചില ഏരിയാസ് ഉണ്ട്. അതാണ് പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുന്നത്. പ്രയോറിറ്റി സെക്ടർ റെഫേഴ്സ് ടു ദോസ് സെക്ടേഴ്സ് which the government and RBI consider as important for the development of the country. The banks are mandated to encourage the growth of such sectors with adequate and timely credit. പ്രയോറിറ്റി സെക്ടറിന് ആവശ്യമുള്ള ക്രെഡിറ്റ് ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്ത് അതിലൂടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രയോറിറ്റി സെക്ടേഴ്സിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അഗ്രികൾച്ചർ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, അതർ വീക്കർ സെക്ഷൻസ്. ഒന്നുകൂടി അഗ്രികൾച്ചർ, മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട് ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, അതേഴ്സ്. ഇതൊക്കെയാണ് പ്രയോറിറ്റി സെക്ടറായിട്ട് കണക്കാക്കുന്നത്. പ്രയോറിറ്റി സെക്ടറിന് ടോട്ടൽ ക്രെഡിറ്റിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ ക്രെഡിറ്റിൻ്റെ 40% പ്രൊവൈഡ് ചെയ്യണം. ടാർഗറ്റ്സ് ആൻഡ് സബ് ടാർഗറ്റ്സ് നോക്കിയാൽ അഗ്രികൾച്ചറിന് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 18%, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന് 8% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്, മൈക്രോ എൻ്റർപ്രൈസിന്
7.5% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. വീക്കർ സെക്ഷൻസിന് 10% ഓഫ് അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ്. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ 18% അഗ്രികൾച്ചറിന്, 8% സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സിന്, 7.5% മൈക്രോ എൻ്റർപ്രൈസസിന്, 10% വീക്കർ സെക്ഷൻസിന്. അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റിൻ്റെ എത്ര ശതമാനമാണ് പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് 40% ആണ്. അടുത്തത് നബാർഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നബാർഡ്. ഇന്ത്യയുടെ അപ്പെക്സ് റീഫിനാൻസിംഗ് ഏജൻസിയാണ് നബാർഡ്. നബാർഡ് ഈസ് ദ അപ്പെക്സ് റീഫിനാൻസിംഗ് ഏജൻസി ഇൻ ഇന്ത്യ. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 ജൂലൈ 12 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1982 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നബാർഡ് ആക്ട് വന്നത് 1981. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിൽ. നബാർഡ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നബാർഡ് ഫോം ചെയ്തത് ക്രാഫിക് കാർഡിൻ്റെ റെക്കമെൻഡേഷനിലാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രാഫിക് കാർഡിൻ്റെ ചെയർമാനാണ് ബി ശിവരാമൻ. ക്രാഫിക് കാർഡ് മീൻസ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്രാഫിക് കാർഡ് എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ക്രാഫിക് കാർഡിൻ്റെ ചെയർമാനായിരുന്നു ബി ശിവരാമൻ. ക്രാഫിക് കാർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1979. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1981. ക്രാഫിക് കാർഡ് വാസ് അപ്പോയിൻറ്റഡ് ഇൻ 1979. ഇറ്റ് സബ്മിറ്റഡ് റിപ്പോർട്ട് ഇൻ 1981. 1979 ക്രാഫിക് കാർഡിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1981 ക്രാഫിക് കാർഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 1981 നബാർഡ് ആക്ട് വരുന്നത്. 1982 നബാർഡ് ഫോം ചെയ്യുന്നത്. നബാർഡിൻ്റെ ഫസ്റ്റ് ചെയർമാനാണ് രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ ആദ്യത്തെ ചെയർമാൻ രാമകൃഷ്ണയ്യ. നബാർഡിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഷാജി കെ വി. പ്രസൻറ്റ് ചെയർമാൻ ഓഫ് നബാർഡ് ഷാജി കെ വി. ദ ചെയർമാൻ ഓഫ് നബാർഡ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റാണ് നബാർഡിൻ്റെ ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചെയർമാൻ്റെ കാലയളവ് 5 വർഷമാണ്. ഡയറക്ടറേറ്റ് ബോർഡിൽ 15 മെമ്പേഴ്സ് ഉണ്ട്. ഒരു ചെയർമാൻ, ഒരു മാനേജിംഗ് ഡയറക്ടർ, 3 ഡയറക്ടേഴ്സ് ഫ്രം RBI, 3 ഡയറക്ടേഴ്സ് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, 2 ഡയറക്ടേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെൻറ്, 2 ഡയറക്ടേഴ്സ് ഫ്രം റൂറൽ ഡെവലപ്മെൻറ്റ്, 3 ഡയറക്ടേഴ്സ് ഫ്രം ബാങ്കിങ് എക്സ്പേർട്ട്. ഇങ്ങനെ ടോട്ടൽ 15 അംഗങ്ങളാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. സിറ്റിംഗ് MPക്കോ അല്ലെങ്കിൽ MLAക്കോ നബാർഡിൻ്റെ ഡയറക്ടർ ആവാൻ കഴിയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ്. സിറ്റിംഗ് MLA അല്ലെങ്കിൽ സിറ്റിംഗ് MP ഇവർക്ക് നബാർഡിൻ്റെ ഡയറക്ടർ ആവാൻ കഴിയില്ല. നബാർഡിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ബേഡ്, ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് അഥവാ ബേഡ് ആണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബേഡിൻ്റെ ആസ്ഥാനം ലക്നൌവിലാണ്. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേഡ് ബൈ നബാർഡ്. ബേഡ് മീൻസ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് സിറ്റുവേറ്റഡ് അറ്റ് ലക്നൗ. നബാർഡിൻ്റെ പബ്ലിക്കേഷനാണ് ഗ്രാമീയ. ഗ്രാമീയ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നബാർഡ്. RBIയുടെ പബ്ലിക്കേഷൻ എന്തായിരുന്നു? കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ്. നബാർഡിൻ്റെ പബ്ലിക്കേഷൻ ഗ്രാമീയ. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ നബാർഡ് ആൻഡ് ചേഞ്ചസ് ഇറ്റ്സ് നെയിം ടു നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനായിരുന്നു നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. ഇത് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നബാർഡാണ്. ഈ ഫണ്ടിൻ്റെ പേര് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. നാഷണൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നുള്ളത് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി മാറ്റി. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? നബാർഡാണ്. നബാർഡിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണ്: ക്രെഡിറ്റ് ഫങ്ഷൻ, ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻ, സൂപ്പർവൈസറി ഫങ്ഷൻ. അതായത് നബാർഡ് ലോങ് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടേം ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നബാർഡ് പ്രൊവൈഡ്സ് ലോങ് ടേം റീഫിനാൻസ് ടു കൊമേഴ്സ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് അതർ എലിജിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ്. ഷോർട്ട് ടേം കോപ്പറേറ്റീവ് rural credit refinance fund has been set up by NABARD to provide short term refinance to cooperative for their crop loan lending. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ക്രോപ്പ് ലോൺ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട് നബാർഡ് റീഫിനാൻസ് ഏജൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്.
കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നബാർഡാണ് 1998. അഗ്രികൾച്ചറൽ ലോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള RBIയുടെ ഫങ്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത് നബാർഡാണ്. നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട്, നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് നബാർഡാണ്. ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും നബാർഡാണ്. റൂറൽ ക്രെഡിറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് നബാർഡ് അപ്പോയിൻറ്റ് ചെയ്ത എക്സ്പേർട്ട് കമ്മിറ്റിയാണ് വ്യാസ് കമ്മിറ്റി. സുരഭി അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് സൊസൈറ്റിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. അതുപോലെ ക്രോപ്പ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചീഫ് പ്രൊമോട്ടർ ആരാണ് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും നബാർഡാണ്. 1992 നബാർഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് റൂറൽ ഏരിയാസിൽ ലോഞ്ച് ചെയ്തു. നോൺ ഓവർഡ്യൂ കവർ ഈസ് റിലേറ്റഡ് വിത്ത് നബാർഡ്. നബാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് നോൺ ഓവർഡ്യൂ കവർ. അത് നബാർഡിൽ നിന്ന് സ്വീകരിക്കുന്ന മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റാണ്. നബാർഡിന് 2 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും വികാസ് വോളണ്ടിയർ വാഹിനിയും. വികാസ് വോളണ്ടിയർ വാഹിനി വന്നത് 1992 ഇത് ഫാമേഴ്സ് ക്ലബ്ബ് എന്നും അറിയപ്പെടുന്നു. രാഷ്ട്രീയ കൃഷി ഭീമ യോജന ഇത് നബാർഡിൻ്റെ ഒരു പദ്ധതിയാണ്. രാഷ്ട്രീയ കൃഷി ഭീമ യോജന. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും നബാർഡാണ്. നബാർഡ് പ്രൊമോട്ട്സ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് റൂറൽ ബാങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. റൂറൽ ബാങ്കിങ്, അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഈ ഫീൽഡിലൊക്കെ നബാർഡ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു. റീജിയണൽ റൂറൽ ബാങ്ക്സിനെയും കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെയും സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നു. കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന നബാർഡിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയാണ് നാപ്കോൺസ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് നാപ് ഫിൻസ് ആണ്. നാപ് ഫിൻസ്, നാപ്കോൺസ് രണ്ടും നബാർഡിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയാണ്. നബാർഡിൻ്റെ ഇനിഷ്യൽ ക്യാപിറ്റൽ 100 കോടിയായിരുന്നു. ഇത് 2000-ലധികം കോടിയായി ഉയർന്നിട്ടുണ്ട്. ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് ആണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തത് 1979 ക്രാഫിക്കാർഡ് കമ്മിറ്റിയാണ്. ക്രാഫിക്കാർഡ് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 81. നബാർഡ് ആക്ട് വന്നത് 1981 തന്നെയാണ്. നബാർഡ് ഫോം ചെയ്തത് 1982 ജൂലൈ 12 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത് മൈക്രോ ഫിനാൻസ്. Micro finance is type of banking service provided to unemployed or low income individual or groups who otherwise has no other access to financial services. മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്നത് ബാങ്കിങ് സർവീസാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോ ഇൻകം അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ഇൻഡിവിജ്വൽസിനാണ്. മറ്റ് ബാങ്കിങ് സൗകര്യങ്ങളൊന്നും ബാങ്കിങ് സർവീസുകളൊന്നും ലഭ്യമാകാത്ത ലോ ഇൻകം പീപ്പിൾസിനാണ് മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൈക്രോ ഫിനാൻസിനെയാണ് മൈക്രോ ക്രെഡിറ്റ് എന്നും പറയുന്നത്. In India, microfinance was first introduced by the Seva Bank in Gujarat in 1974. 1974 ഗുജറാത്തിലെ സേവ ബാങ്ക്, സേവ മീൻസ് സെൽഫ് എംപ്ലോയിഡ് വുമൻസ് അസോസിയേഷൻ, സേവ ബാങ്ക് ആണ് മൈക്രോ ഫിനാൻസ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് മൈക്രോ ഫിനാൻസിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇറ്റ് ഹെൽപ്സ് ലോ ഇൻകം പീപ്പിൾ. ലോ ഇൻകം പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ബോറോവേഴ്സ് ലോ ഇൻകം പീപ്പിളാണ്. ലോൺ എമൗണ്ട് കമ്പാരിറ്റീവ്ലി സ്മോൾ എമൗണ്ട് ആയിരിക്കും. ലോൺസ് അവൈൽഡ് അണ്ടർ മൈക്രോ ഫിനാൻസ് ആർ യൂഷ്വലി ഓഫ് സ്മോൾ എമൗണ്ട്സ്. അതായത് സ്മോൾ എമൗണ്ട് ആയിരിക്കും ലോണ്. ഇതിനെ മൈക്രോ ലോൺസ് എന്നും പറയാറുണ്ട്. അടുത്തത് നോ സെക്യൂരിറ്റി ഫോർ ലോൺസ്. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട ഈ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. മൈക്രോ ലോൺസ് ഡു നോട്ട് റിക്വയർ എനി കൊളാട്രൽ സെക്യൂരിറ്റി. അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് സ്മോൾ എൻ്റർപ്രണേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് അസിസ്റ്റ് സ്മോൾ എൻ്റർപ്രണേഴ്സ്. സ്മോൾ എൻ്റർപ്രണേഴ്സിനെ അല്ലെങ്കിൽ യങ് എൻ്റർപ്രണേഴ്സിനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന്, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ഇൻകം ജനറേഷന് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. JLG അതായത് ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, SHG സ്വയം സഹായ സംഘം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ വുമൺ എംപവർമെൻറ്റ് നടപ്പിലാക്കുന്നു. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യുന്നു. മൈക്രോ ഫിനാൻസ് ഇംപ്രൂവ്സ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ. JLG അല്ലെങ്കിൽ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ അസോസിയേഷനാണ്. ഇൻഫോർമൽ അസോസിയേഷൻ ഓഫ് 4 to 10 പീപ്പിൾ
who work as a team to apply for bank loans either individually or collectively under mutual guarantee. JLG അല്ലെങ്കിൽ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 4 മുതൽ 10 വരെയുള്ള ആൾക്കാർ ഒരു ടീമായി ബാങ്ക് ലോണിന് അപ്ലൈ ചെയ്യുന്നു. ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് അവർക്ക് മ്യൂച്വൽ ഗ്യാരണ്ടിയിൽ ഡിവൈഡ് ചെയ്തെടുക്കാം. ഇതാണ് JLG അല്ലെങ്കിൽ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. JLGയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 4 to 10 പീപ്പിൾ ആണ്. അടുത്തത് SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സ്വയം സഹായ സംഘം. SHG അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ വോളണ്ടറി അസോസിയേഷനാണ്. ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഇത് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. They are group of 10 to 20 people in a locality formed for any social or economic purpose. ഒരു ലൊക്കാലിറ്റിയിലെ പരസ്പരം അറിയുന്ന 10 മുതൽ 20 വരെയുള്ള ആൾക്കാർ കൂടിയാണ് SHG ഫോം ചെയ്യുന്നത്. ഇത്തരം സ്വയം സഹായ സംഘങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ഏജൻസിയാണ് നബാർഡ്. 1992 RBI സെൽഫ് ഹെൽപ്പ് മോഡൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ക്രെഡിറ്റ് ഓപ്ഷൻ എന്ന നിലയിൽ. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന മറ്റ് ഏജൻസീസ് ആണ് നോൺ ഗവൺമെൻറ് ഏജൻസീസ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, NGO, ഗവൺമെൻറ്, കൊമേഴ്സ്യൽ ബാങ്ക്, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, SHG ലീഡേഴ്സ് ഓർ എൻ്റർപ്രണേഴ്സ്, പോവർട്ടി മാനേജ്മെൻറ്റ് പ്രോഗ്രാം. SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന ആശയം ആദ്യമായിട്ട് രൂപം കൊണ്ടത് ബംഗ്ലാദേശിലാണ്. വുമൺ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ പിതാവാണ് മുഹമ്മദ് യൂനസ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും അംഗങ്ങൾക്ക് എളുപ്പത്തിൽ വായ്പ നൽകുന്നതിനുമായി ഇൻകം ജനറേറ്റ് ചെയ്യുക, അതായത് മൂലധനം രൂപീകരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതാണ് മൈക്രോ ഫിനാൻസും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പും. ഇതോടുകൂടി ബാങ്കിങ്ങിലെ 8ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.